Hello dears, this is Ruthi and this is my first video. ഇതെൻ്റെ ഒരു സ്റ്റേക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാസൽ കെയ്മയിൽ ഹത്തയ്ക്ക് അടുത്തായിട്ട് ഒരു മലാ തൽത്തീർ എന്ന് പറയുന്നൊരു ഫാം ഹൗസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 days സ്റ്റേക്കേഷൻ ആയിരുന്നു. ഈ ഒരു ഫാം ഹൗസ് ഹിൽ ഏരിയയിലായതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്, നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ചെന്നപ്പം മുതൽ. അപ്പോൾ ഈ ഫാം ഹൗസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മജ്ലിസുകളും ഹോൾ ഏരിയാസും ഫൺ ആക്ടിവിറ്റിക്ക് പറ്റിയ കുറേ ഏരിയാസ്, പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ പൂൾ ആക്ടിവിറ്റി ഏരിയാസ്, പിന്നെ ഫാം ഏരിയാസ്, ഇഷ്ടംപോലെ നമുക്കാണെങ്കിൽ 2 ദിവസം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ എല്ലാ ആക്ടിവിറ്റീസും എൻഗേജിങ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങളൊരു 7 ഫാമിലീസായിട്ടായിരുന്നു ഞങ്ങളിവിടെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആയിരുന്നു. ഇതായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരുന്ന ബെഡ്റൂം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെഡ്റൂം ആയിരുന്നു. അതിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു വലിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി കണ്ടുകൊണ്ട് നമുക്ക് എണീക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഔട്ട്സൈഡിലൊരു സിറ്റിംഗ് ഏരിയയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ബ്രിഡ്ജ് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ലൈറ്റ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. നമുക്കാണെങ്കിൽ ഇൻഡോറിൽ മാത്രമല്ല ഔട്ട്ഡോറിലും ഈ ഒരു ക്ലൈമറ്റിൽ ഇരുന്ന് ചില്ലൗട്ട് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ നല്ലൊരു ചൂട് കട്ടൻ ചായയും പിടിച്ചുകൊണ്ട് ആ സിറ്റിംഗ് ഏരിയയിലിരുന്ന് ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ത് രസമായിരിക്കും അല്ലേ. ഇത് നമ്മുടെ മെയിൻ ഏരിയ ആണ്. അവിടെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറേ ഗെയിംസൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഗെയിംസിലൊക്കെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമായിരുന്നു. ഞങ്ങളൊക്കെ നല്ല രീതിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈവൻ നമ്മുടെ മോളെ എലീസക്കുട്ടിയാണെങ്കിലും നല്ല രീതിക്കാണെങ്കിലും ഗെയിംസിലൊക്കെ ആണെങ്കിലും എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡോർ മാത്രമല്ലായിരുന്നു, ഔട്ട്ഡോറും ഇഷ്ടംപോലെ ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം എങ്ങനെ പോയെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഗെയിംസ് മാത്രമല്ലായിരുന്നു, അവിടെ പുറത്ത് ഫാമിലാണെങ്കിലും കുറേ പ്ലാന്റേഷനൊക്കെ ആണെങ്കിലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ഫ്രഷായിട്ട് മാംഗോ പറിച്ച് കഴിക്കുന്ന ഒരു സീനാണ്. ഫ്രഷായിട്ട് കഴിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു മാംഗോയ്ക്ക്. പിയർ ഫ്രൂട്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് നല്ല മധുരം ഉണ്ടായിരുന്നു. ഇത് പൊമഗ്രാനറ്റാണ്, ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നില്ല. എന്നിരുന്നാലും ഈ പ്ലാന്റേഷനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും അവരെന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ ഞങ്ങൾ ചെന്ന ദിവസങ്ങളിലായിരുന്നു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അതുകൊണ്ട് തന്നെ നമ്മുടെ ചേർച്ച് മേറ്റ്സ് നമുക്കായിട്ട് സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ദം. ആൻഡ് ഞങ്ങൾക്ക് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിച്ചു. 2 days എങ്ങനെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല, അതുപോലെ എൻജോയ് ചെയ്തു. സോ കീപ് വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.